ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചായ ഉണ്ടാക്കുകയാണ്. നമ്മളിന്ന് കട്ടൻ ചായയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് ടീ ആണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ബ്ലാക്ക് ടീ നമ്മളിവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാമന് നമ്മൾ കൊടുക്കുകയാണ്. ആരോ വഴിയിൽ കൂടെ നടന്നു പോകുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കേട്ടോ പുള്ളി പത്രം വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ പടർന്നു കയറിയിരിക്കുന്ന മുല്ലയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ പതുക്കെ പടർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വളർന്നു വന്നോളും. ചുറ്റിനും കാടും പടലൊക്കെയാണ്, പക്ഷേ എങ്കിലും നമ്മൾ മുല്ലേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ വീട് പരിസരമൊക്കെ നമ്മൾ ഒരു സമയത്ത് ഒരുപാട് ക്ലീൻ ചെയ്തും ഒക്കെ ഇട്ടതാണ്. പക്ഷേ വീണ്ടും എല്ലാം കാടായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഗൈസ്. പ്ലീസ് സപ്പോർട്ട്. ഓക്കെ, അതിന് ഇതൊക്കെ ശേഷം നമ്മൾ നമ്മുടെ മോനുവിലേക്ക് വരാം കേട്ടോ. മോനു അവിടെ ഓടിച്ചാടി കളിക്കുന്നതാണ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴൊക്കെ കറക്റ്റായിട്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്നതാണ്. അവൻ എന്താ പറയുക, വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ അവൻ്റെ ചില കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അധികം അവൻ്റെ കൂടെ അങ്ങനെ ടൈം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ടൈം കിട്ടിയ സമയത്ത് അവൻ്റെ കൂടെയുള്ള ചെറിയ മൂമെൻറ്റ്സ് ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്തെടുത്താണ് കേട്ടോ. അവൻ എന്തൊക്കെ വില്ലത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ജനലിലൊക്കെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അയ്യോ, പിന്നെ എന്താണ്, നമ്മൾ താമര റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താമര റീപ്ലാന്റ് ചെയ്തതിൽ നമുക്കിപ്പോൾ ഒരു ചെറിയ മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്കിവിടെ ഓണക്കാലമൊക്കെ വരാറായല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂവാണ് കേട്ടോ ഗൈസ്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പൂക്കളെ ഇട്ടപ്പോഴത്തേക്കും ഈ വാടാമല്ലി ഇവിടെ കൊണ്ടേ ചുമ്മാ അരി ഇട്ട് കൊടുത്തതാണ്. അപ്പം നമുക്ക് ഈ ഓണം ആയപ്പോഴത്തേക്കും ഒരു ശകലം വാടാമല്ലിയെങ്കിലും ഉണ്ടെന്ന് പറയാം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ.